ആദ്യം തന്നെ പറഞ്ഞ 23 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോളേജാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് അൺസേഫ് ആണ് നമ്മളെ പാരൻസ് ഒക്കെ വിചാരിക്കുന്നത്. പക്ഷേ കോളേജിൽ വന്ന് പഠിച്ചവർക്കറിയാം ഈ കോളേജ് ഭയങ്കര സേഫ് ആണ്. അവരുടെ ആ ഒരു കെയറിങ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമ്മളിവിടെ ഹാപ്പിയാണ്. ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ മക്കൾ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ 5 വർഷമായി. 5 വർഷമായി. 46 ഡിസ്റ്റിങ്ഷനും 26 ഫസ്റ്റ് ക്ലാസ്സും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ 5 റാങ്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇത് യൂണിവേഴ്സിറ്റിയുടെ എക്സാം സെന്ററും കൂടെ. മറ്റു പല കോളേജും ഇവിടെ വന്ന പരീക്ഷ എഴുതുന്നത്. ആദ്യം കുട്ടികളെ വിടാനുള്ളവർ ഇവിടെ വന്ന് ഈ ക്യാമ്പസും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നതിന്റെ പ്രത്യേകത നേഴ്സിങ്ങിനൊക്കെ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് എവിടെ വിട്ട് പഠിപ്പിക്കണമെന്ന്. പ്രധാനമായിട്ട് ഏത് സ്ഥാപനത്തിൽ വിടണമെന്നുള്ളത് അച്ഛനമ്മമാർ വന്ന് കണ്ടു പഠിച്ചിട്ടാണ് പോകേണ്ടത്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സാറിനെ കാണാം, കുട്ടികളോട് ചോദിക്കാം. നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ കാണാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? സാമുവൽ ഡേവിഡ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്? ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, ഇപ്പം ഞാനും ഒരു അച്ഛനാണ്. അപ്പം ശരിക്കും മക്കളെ ഏത് സ്ഥലത്തേക്ക് വിടാനാണെങ്കിലും എന്ന് വെച്ചാൽ അവർ നോക്കുന്നത് ആദ്യത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളും എന്താണെന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്കിവിടെ? ശരിക്കും നഴ്സിംഗ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ആ കോളേജ് എങ്ങനെയുണ്ട്, എത്ര വർഷമായി കോളേജ് നിലനിൽക്കുന്നു, അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇന്ത്യയിലാണോ വർക്ക് ചെയ്യുന്നത്, വിദേശങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും മറ്റൊരു കാര്യം നോക്കേണ്ടത് ആ കോളേജിൽ പ്രാക്ടിക്കൽ എവിടെ കിട്ടുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽ ഫെസിലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാറേ, ആദ്യം തന്നെ ചോദിക്കുന്നത് എത്ര വർഷമായി ഈ കോളേജ് തുടങ്ങിയിട്ട്? 23 വർഷം കഴിഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞ 23 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോളേജാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നത്. ബാക്കി പറഞ്ഞു സാറേ. ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ മക്കൾ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. പഠിപ്പിക്കുന്നത് നമുക്ക് അവരെ പരിചയപ്പെടുകയും ചെയ്യാം. ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നതുകൊണ്ട് പഠിച്ചിറങ്ങിയവരുണ്ട്. ശരിക്കും ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് കോഴ്സുകളാണ് പഠിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഉണ്ട്, അത് ഓപ്പറേഷൻ അനുബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യം, ഫണ്ടമെൻറ്റ്സ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, മിഡ്വൈഫറിയുടെ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതത് സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിന് കൂടുതൽ പ്രാക്ടിക്കൽ കിട്ടുന്ന ക്ലിനിക്കൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ പ്രാക്ടിക്കൽ കിട്ടത്തുള്ളൂ. 200 ബെഡുള്ള ഒരു ആശുപത്രിയിൽ ഒരുപക്ഷെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. 200 ബെഡുള്ള ഒരു ആശുപത്രിയിൽ ഒരുപക്ഷെ മിഡ്വൈഫറിക്ക് 20 ബെഡായിരിക്കും ഉണ്ടാകുന്നത്, ജനറൽ മെഡിസിന് അടുത്തൊരു 20 ബെഡായിരിക്കും ഉണ്ടാകുന്നത്, കാർഡിയാക്കിന് 10 ബെഡ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ കാർഡിയാക്ക് പഠിക്കുന്ന സമയത്ത് 10 ബെഡ് മാത്രമല്ല, മെഡിക്കൽ സർജിക്കൽ 10 ബെഡ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ അത്ര ഒരു 50 കുട്ടികൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പം അവർക്ക് കാര്യമായ പ്രാക്ടീസ് ഒന്നും കിട്ടത്തില്ല. ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭം മുതൽ ഫോക്കസ് ചെയ്യുന്നത് അതത് വർഷങ്ങൾ പഠിക്കുന്ന മെയിൻ സബ്ജക്റ്റിന് ഏറ്റവും നല്ല പ്രാക്ടിക്കൽ കൊടുക്കുവാൻ വേണ്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക്, അതതിൻ്റെ മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കുക എന്നുള്ളതാണ്. കർണാടകയിൽ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഇയർ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കാണ് ഫസ്റ്റ് ഇയർ ചെയ്യുന്നത്. ജനറൽ ഡ്യൂട്ടികളാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. ഇവിടെ പഠിക്കുന്ന ആദ്യ വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ദിവസം 20 മുതൽ 30 വരെ ഇഞ്ചക്ഷൻ പെർ ഡേയിൽ എടുക്കാൻ പറ്റും. പല കോളേജിലൊക്കെ 3-ാം വർഷം പോലും 2 ഇഞ്ചക്ഷൻ എടുത്ത് കാണത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പെർ ഡേയിൽ 20 മുതൽ 30 വരെ ഇഞ്ചക്ഷൻസും മറ്റ് പ്രൊസീഡിങ്സും ഓരോ കുട്ടിയും ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ മെഡിക്കൽ ആൻഡ് സർജിക്കലാണ് മെയിൻ സബ്ജക്റ്റ്. മറ്റ് പല ഹോസ്പിറ്റലുകളിലും 10 ബെഡും 20 ബെഡും മാത്രമുള്ള മെഡിക്കൽ ആൻഡ് സർജിക്കൽ വർക്ക് ചെയ്യുമ്പോൾ ഫെയ്ത്തിൽ പഠിക്കുന്ന കുട്ടികൾ 1150 ബെഡുള്ള സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ കാർഡിയോളജി സെൻ്ററായ ജയദേവ കാർഡിയോളജി ഹോസ്പിറ്റലാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഒരു ഫീൽഡിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രാക്ടിക്കലാണ് ഫെയ്ത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നത്. മിഡ്വൈഫറി പഠിക്കുമ്പോൾ 3-ാം വർഷം മിഡ്വൈഫറിയിലേക്ക് പഠിക്കുമ്പോൾ മിഡ്വൈഫറിക്ക് വേണ്ടി മാത്രം 50-60 ഡെലിവറി പെർ ഡേയിൽ നടക്കുന്ന ഗൗഷ്യ ഹോസ്പിറ്റലാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കെല്ലാം സൂപ്പർ ക്ലിനിക്കിൽ സൂപ്പർ തിയറി എഡ്യൂക്കേഷനാണ് ഈ ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് ആദ്യ മാസം മുതൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ് കഴിയുന്നവരെ 3-ാം വർഷവും 4-ാം വർഷവും കോഴ്സ് കഴിയുന്നത് വരെ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഇവിടെ ആഡഡ് അഡ്വാൻറ്റേജാണ്. അത് പ്രത്യേക ഇതെല്ലാം ഫ്രീ ആണ്. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾക്ക് BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നല്ല മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അമേരിക്കയിൽ പോകുവാൻ, അമേരിക്കയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആകുവാനുള്ള NCLEX-RN എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അതിൻ്റെ ട്രെയിനിങ് ഞങ്ങൾക്ക് അമേരിക്കയിൽ സോളമൻസ് ഹെൽത്ത് കെയർ അക്കാഡമി എന്നൊരു സ്ഥാപനം ഡാളസിലുണ്ട്. അതുമായി കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് NCLEX-RNൻ്റെ ട്രെയിനിങ് എടുക്കാൻ പറ്റും. ആ എക്സാം ഇവിടെ ബാംഗ്ലൂർ എഴുതി പാസ്സാകുകയാണെങ്കിൽ
ആരുടെയും സഹായമില്ലാതെ കോഴ്സ് കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് അമേരിക്കയിൽ രജിസ്റ്റേഡ് നഴ്സായി പോകാനും പറ്റും. ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ പഠിക്കുന്നത് കൊണ്ട് 4 വർഷം കൊണ്ട് പഠിക്കുവാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് സൂപ്പറായിട്ട് ലാംഗ്വേജ് പഠിക്കും. നാട്ടിലൊക്കെ 9 മാസം കൊണ്ടാണ് B2 ലെവൽ വരെ പഠിക്കുന്നത്. ഇവിടെ അവർക്ക് 4 വർഷം സമയം കിട്ടുകയാണ്. അത് പഠിപ്പിക്കുന്ന ആൾ വിദേശത്ത് വർഷങ്ങളായിരുന്നവർ, ജർമ്മനിയിൽ വർഷങ്ങളായിരുന്നവരാണ് ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ലാംഗ്വേജ് നല്ല എക്സ്പീരിയൻസ് കിട്ടും. അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഇത് പാസ്സായി കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ തന്നെ ഇവർക്ക് ജർമ്മനിയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവർക്ക് ജോലി. നേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് എക്സ്പീരിയൻസ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ഇവിടെ പഠിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് അതത് വർഷം പഠിക്കുന്ന സബ്ജക്റ്റിൽ മാക്സിമം എക്സ്പീരിയൻസ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുമാത്രമല്ല ഇത് യൂണിവേഴ്സിറ്റിയുടെ എക്സാം സെൻറ്ററും കൂടെ. മറ്റു പല കോളേജും ഇവിടെ വന്ന പരീക്ഷ എഴുതുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരീക്ഷ. കഴിഞ്ഞ ഫൈനൽ എക്സാമിൽ 4th ഇയർ എക്സാമിൽ 80 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 46 ഡിസ്റ്റിങ്ഷനും 26 ഫസ്റ്റ് ക്ലാസ്സും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ 5 റാങ്ക് ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് കർണാടക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ 5ാം റാങ്ക്, 6ാം റാങ്ക്, 8ാം റാങ്ക്, 9ാം റാങ്ക്, 10ാം റാങ്ക് ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. സോ എഡ്യൂക്കേഷൻ ക്വാളിറ്റി, ദ ബെസ്റ്റ് ക്വാളിറ്റി വാട്ട് വി ക്യാൻ പ്രൊവൈഡ് ഇൻ ഇന്ത്യ വി ആർ പ്രൊവൈഡിങ് ടു ദ. നിങ്ങൾ വരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികളെ വിടാനുള്ളവർ ഇവിടെ വന്ന് ഈ ക്യാമ്പസും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മതി അഡ്മിഷൻ എടുക്കേണ്ടത്. അത് ഇവിടെ വന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങൾ നോക്കി കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിച്ച്, അധ്യാപകരുമായിട്ട് സംസാരിച്ച്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് എഡ്യൂക്കേഷൻ കിട്ടുമെന്ന്, ഏത് ക്വാളിറ്റി ട്രെയിനിങ് കിട്ടുമെന്ന് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി, ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം അഡ്മിഷൻ എടുക്കുക. അങ്ങനെ മതി. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. പേര്? എൻ്റെ പേര് നീരജ്. എന്താ ചുമതല? ഞാൻ ഇവിടുത്തെ കോളേജ് ക്യാപ്റ്റനാണ്. കോളേജ് എങ്ങനെയുണ്ട്? കോളേജ് അടിപൊളി. നമുക്കെല്ലാം ഒന്ന് കണ്ടാലോ? ഓക്കെ. ആദ്യം കുട്ടികളോടൊക്കെ ചോദിക്കാം, എന്നിട്ട് നമുക്ക് കാണാം. നമുക്കൊരാളെ പരിചയപ്പെടാം. നമസ്കാരം. ഹലോ. പേര്? മേഘ്ന. എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് നല്ല കോളേജാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് അൺസേഫാണ് നമ്മളെ പാരൻസൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു കോളേജിൽ വന്ന് പഠിച്ചവർക്കറിയാം ഈ കോളേജ് ഭയങ്കര സേഫാണ്. ഇവിടെയുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ സെക്രട്ടറി മാം ആണെങ്കിലും ചെയർമാൻ സാർ ആണെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും അവരുടെ പോയി ചോദിക്കാനുള്ള ഒരു ഫ്രീഡം നമുക്കിവിടെ ഉണ്ട്. സോ നമ്മളിവിടെ ഭയങ്കര സേഫാണ്. ഭയങ്കര നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. സോ ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി കോളേജ്. പേരെന്ത് വരുന്നത്? ഹലോ, എൻ്റെ പേര് ആൻമരിയ എന്നാണ്. സ്ഥലം ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2nd ഇയർ പഠിക്കുകയാണ്, BSc നേഴ്സിംഗ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ പഠിപ്പിക്കും, നല്ല അന്തരീക്ഷമാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഫുഡാണെങ്കിലും ഹോസ്റ്റലാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. നമ്മുടെ വീട്ടിൽ ഉള്ള ആൾക്കാരെ നോക്കുന്ന പോലെ തന്നെ. അതെ, എല്ലാം അടിപൊളിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ ഉള്ള എല്ലാവരും. പിന്നെ ഹോസ്റ്റലാണെങ്കിലും വാർഡനാണെങ്കിലും ഓഫീസിലുള്ളവരാണെങ്കിലും സെക്രട്ടറി മാമും ചെയർമാനും എല്ലാം അടിപൊളിയാണ്. മാത്രമല്ല സാർ ഇവിടെ തന്നെ താമസിക്കുന്നത്. അതെ, അവര് ഹോസ്റ്റലിന്റെ മുകളിലാണ് താമസിക്കുന്നത്. എന്താ അത്യാവശ്യം ഉണ്ടെങ്കിലും ഇറങ്ങി വരും, വിളിക്കാൻ പറ്റും. അതെ. നമസ്കാരം. നമസ്കാരം. പേര്? നന്ദിത. സ്ഥലം എവിടാ? കൊല്ലം. എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് ഒക്കെയാണ്. നമുക്കിവിടെ പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മളെ പുറത്തോട്ടൊക്കെ വിടാനായാലും അച്ഛനും അമ്മയ്ക്കൊക്കെ ആയാലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർമാൻ സാറും സെക്രട്ടറി മാമും കൂടെ നമുക്കൊരു സേഫ് അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സേഫ്റ്റിയാണ്, നമുക്കിവിടെ സേഫാണ്, അവരുടെ ആ ഒരു കെയറിങ് കിട്ടുന്നുണ്ട് നമുക്ക്. സോ നമ്മളിവിടെ ഹാപ്പിയാണ്. മേഡം നമസ്കാരം. നമസ്കാരം. പേര്? ബീന. എന്താ മേഡത്തിന്റെ ചുമതല? ഇവിടെ ഞാൻ പ്രിൻസിപ്പളായിട്ടാണ് ജോലി ചെയ്യുന്നത്. എത്ര വർഷമായി? ഞാൻ ഇവിടെ 15 ഇയേഴ്സായി. 15 വർഷത്തിൽ കൂടുതലായി. അതെ. ശരിക്കും എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് ഒത്തിരി നല്ല കോളേജാണ്. ഞങ്ങളുടെ ഒത്തിരി ഓൾഡ് കോളേജാണ്, വിത്ത് ഓൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം ആയിട്ട് ഒത്തിരി നല്ല കോളേജാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഇപ്പോൾ ജർമ്മൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1st ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ വരെ ജർമ്മൻ ക്ലാസ് പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലാബ്. ഇവിടെയാണ് ഞങ്ങളുടെ പ്രാക്ടിക്കലും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കമ്മ്യൂണിറ്റിയുടെ ഇവിടെ ഇതാണ് ഞങ്ങളുടെ OBG ലാബ്. ഇവിടെ ഞങ്ങളുടെ OBG പ്രാക്ടിക്കലും കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അനാട്ടമി ലാബ്. ഇവിടെ ഞങ്ങൾ 1st ഇയർ തൊട്ട് എല്ലാം കാണിച്ച് നമ്മളെ മനസ്സിലാക്കി പഠിപ്പിക്കും. ഇവിടെ ഇതാണ് ഞങ്ങളുടെ ഫണ്ടമെൻ്റൽ ലാബ്. ഞങ്ങളെ 1st ഇയർ തൊട്ട് ഫണ്ടമെൻ്റൽസ് എല്ലാം പ്രാക്ടിക്കൽ ഇവിടെയാണ് ചെയ്യുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര്? രാജേഷ്. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ? 5 വർഷമായി. 5 വർഷമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ല തന്നെ, സന്തോഷം തന്നെ ആണ്. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുട്ടികളും ഹാപ്പി അല്ലയോ? ഹാപ്പിയാണ്. കുട്ടികൾ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. എല്ലാ സംസ്ഥാനമുള്ളവർക്ക് പ്രത്യേകം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. മോനെ നമസ്കാരം. പേര്? അതിന്റെ പേര് ആദിത്യൻ. ഞാൻ ഇവിടെ 2nd ഇയർ 3rd സെം പഠിക്കും. 2nd ഇയർ. എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമില്ല, നല്ലതാ. ഇവിടെ നമുക്ക് ആണെങ്കിൽ സപ്പോർട്ട് ഉണ്ട്. പിന്നെ അല്ല, നമ്മുടെ നാട്ടിലേക്കാട്ടിലും ഇവിടെ നല്ല ചൂട് കുറവാണ്. പിന്നെ ഇവിടെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സുഖമാണ്, കുഴപ്പമില്ല. നല്ല കാറ്റും അടിപൊളിയാണ്. പഠിക്കുന്നതെല്ലാം ഓക്കെ. സാറേ ഇതിന്റെ വൈഫാണ്, കോളേജിന്റെ സെക്രട്ടറിയാണ്. നമസ്കാരം മേഡം. നമസ്കാരം. പേര്?
ബിനി. ശരിക്കും കുട്ടികളെല്ലാം ഭയങ്കര ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ തന്നെ വലിയ സന്തോഷത്തോടെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം. കാരണം ഒരു അച്ഛന് അമ്മയൊക്കെ എന്ന് പറയുമ്പം ഒരു വേറൊരു സ്ഥലത്തേക്ക് വിട്ടു പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ സംഭവമല്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് നോക്കി കണ്ടാ വിടുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് വീട്ടിൽ നിൽക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഇതായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നത് കറക്റ്റ് ചെയ്യുന്നത്. അവരങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു പരിമിതികളുണ്ടെങ്കിലും മാക്സിമം ഞങ്ങൾ റീച്ച് ആകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവരെ നമ്മൾ ഒരിക്കലും അന്യരായിട്ട് കണ്ടിട്ടില്ല. അവരെല്ലാം നമ്മളുടെ ഈ ഫെയ്ത്ത് ഫാമിലിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവരെയും നമ്മൾ കാണുന്നത്. പാർട്ട് ഓഫ് അവർ ലൈഫ് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മെയിനായിട്ട് ഇവിടെ പഠിക്കുന്ന ആൾക്കാരുടെ മക്കൾ ഇവിടെ പഠിച്ചിട്ട് ഇറങ്ങി ഇപ്പോൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ വീണ്ടും നമ്മളെ തന്നെ വിളിക്കുന്നത്. ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാറിന് 3 മക്കളെന്നാണ്. എന്ന് പറഞ്ഞാൽ 2 മക്കളാണ് സാറിനുള്ളത്. പക്ഷേ 3ാമത്തെ ഒരു മകനോ മകളോ എന്ന് പറയുന്നത് ഈ കോളേജാണ്. അപ്പോൾ അത്ര കെയറിങ്ങിലോടാണ് ഈ കോളേജ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികളെ ഇവിടെ വിടാൻ പറ്റും. നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുവാനുള്ളത്, നിങ്ങൾ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്താലും ആ കോളേജിൽ ചെന്ന് ആ കോളേജ് കാണുകയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായി സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന രീതികൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രാക്ടിക്കൽ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും. ഇവിടെ നിങ്ങൾ കുട്ടികളെ അയക്കുന്ന സ്വപ്നത്തോടെയാണ്. ഇവിടെ കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ കുട്ടികൾ പഠിക്കുമെങ്കിൽ അവരുടെ ഒരിക്കലും സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകത്തില്ല. അത് യാഥാർത്ഥ്യത്തിലേക്ക് മാതാക്കന്മാരുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കുട്ടികൾ നടക്കുവാൻ വേണ്ടി ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ കരം പിടിക്കുമെന്നുള്ളത് ഇതെൻ്റെ വാക്കാണ്. ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. അവർ പഠിച്ചിറങ്ങുന്നത് വരെ അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വിദേശങ്ങളിലേക്ക് പോകുവാനും ഇന്ത്യയിലെ വലിയ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാൻ വേണ്ടി ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഉള്ളത് ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ വാക്കാണ്. നമുക്ക് ഇവിടുത്തെ ഒരു കുട്ടിയുടെ അച്ഛനോട് ചോദിക്കാം. പേര്? എൻ്റെ പേര് ഓമനക്കുട്ടൻ. മോളുടെ പേരെന്തുവാ? അക്സ. സ്ഥലം എവിടെ? സ്ഥലം കുന്നിക്കോട്. എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ്? കോളേജ് അനുഗ്രഹപ്പെട്ട കോളേജ് ആണ്. കാരണം നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് ബാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പേടിയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ കോളേജിനെ സംബന്ധിച്ച്, ഫെയ്ത്ത് കോളേജ് സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചാൽ അനുഗ്രഹമായി തീരും. എല്ലാ മാതാപിതാക്കൾക്കും അതൊരു അനുഗ്രഹമായിട്ടിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ വരട്ടെ എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 വർഷമുണ്ട് ഈ കോളേജിൽ തന്നെ. എൻ്റെ മോളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാം വേണ്ട എല്ലാ അനുഗ്രഹവും ഇവിടെ ഉണ്ട് എന്നുള്ളത്. കോളേജ് കണ്ടു, കുട്ടികളെ കണ്ടു, എല്ലാവരെയും പരിചയപ്പെട്ടു. ശരിക്കും അവരുടെയൊക്കെ വാക്കുകൾ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്നത് വീട്ടിലുള്ളവരെ സംരക്ഷിക്കുന്ന പോലെ എന്നുള്ളതാണ്. എനിക്ക് 23 വർഷം എന്ന് പറഞ്ഞൊരു ചെറിയ കാലയളവല്ല. ഒറ്റയ്ക്ക് വെട്ടി വന്ന ഒരാളാണ്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? 23 വർഷങ്ങളുടെ പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രസ്ഥാനമായിട്ട് 4 കുട്ടികളുമായിട്ടാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ചെറിയ ബിൽഡിംഗ് വാടക കെട്ടിടത്തിൽ തുടങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി ഒരുപാട് ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥകളുണ്ട്. ഒരുപാട് അങ്ങനെ പടവെട്ടി പല വിഷയങ്ങളിൽ കൂടെ പോയി താഴ്ചയും ഉയർച്ചയൊക്കെ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തും പടവെട്ടിയുമാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായ രൂപത്തിൽ ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ വരാനിടയായത്. അതിനകത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾസ്. കാരണം ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേറൊന്നുമില്ലാതെ, ആരും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാതെ, പൊളിറ്റിക്കലി ആരും ഫണ്ടുകളിടാതെ വേറൊരു സ്ഥലത്ത് കേരളത്തിൽ നിന്ന്, എൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ കേരളത്തിലായിരുന്നു. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വന്ന് ഇവിടെ എന്നെ ഒരു പ്രസ്ഥാനം തുടങ്ങി അത് വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത്, അതും ഇന്ന് ഇത്രയും വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് എൻ്റെ പുറകിലുള്ള സ്ട്രഗിൾ വലുതായിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിച്ചത്. അതെ, കാരണം മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ 23 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഈ വരുന്ന കുട്ടികളെ ഓരോ വർഷവും ഇപ്പം 4 വർഷം കഴിയുമ്പോൾ കുട്ടികൾ ഇവിടുന്ന് പോകുമ്പം അവർക്ക് കിട്ടുന്ന വലിയൊരു റിസൾട്ട് തന്നെയാണ് ഈ വരുന്ന കുട്ടികൾക്ക് വീണ്ടും അത് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് അച്ഛനമ്മമാർക്ക് ഇവിടെ വന്ന് സാറിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം എന്നിട്ട് മാത്രം അവർ അഡ്മിഷൻ എടുത്താൽ മതി, അല്ലയോ? അത് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഏത് കാര്യം നമ്മൾ ചെയ്താലും അതിലൊരു പക്ഷേ ആദ്യമേ വിജയം ഉണ്ടായെന്നിരിക്കത്തില്ല, പരാജയങ്ങൾ വന്നെന്നിരിക്കാം. പക്ഷേ അതിൽ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് സ്ഥിരമായി നിന്ന് അതിൽ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഉയർച്ചയിലെത്തും തീർച്ചയായിട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആ മേഖല ഇട്ടിട്ട് ഓടിപ്പോകാനല്ല, പകരം സ്ഥിരമായി നിന്ന് വീണ്ടും ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്താൽ
നിങ്ങളെ വെല്ലാൻ ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ നേർക്കാഴ്ച തന്നെയാണ് 23 വർഷം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞത്. സാറേ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേര്? ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും വന്നിട്ട് ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ഏതെങ്കിലും യൂബറിലോ ഓലയിലോ ടാക്സിയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഏത് ബാംഗ്ലൂർ 7-8 റെയിൽവേ സ്റ്റേഷനുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ പല റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ വരുന്നത്. ഏത് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങിയാലും അവിടെ നിന്നൊരു യൂബറോ അല്ലെങ്കിൽ ഓലോ ബുക്ക് ചെയ്ത് ഫെയ്ത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അടിച്ചാൽ മതി, ഫെയ്ത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, ഇവിടെ ഗേറ്റിൽ വണ്ടി എത്തും.